നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഗൗതം, അങ്ങോട്ട് നോക്കിയ ഇവളെങ്ങനെ എവിടെ എത്തിയത്? അത് ഗൗതമിന് മനസ്സിലായില്ലേ? പണം വാങ്ങാനായി റിസോർട്ടിൽ എത്തിക്കാണും. അപ്പൊ എന്നെയും കൊണ്ട് ഗൗതം ആശുപത്രിയിലേക്ക് വരുന്നതാവും ഇവള് കണ്ടത്. ഞാൻ ചാവുന്നതിന് മുൻപ് എങ്ങനെങ്കിലും 10 ലക്ഷം രൂപ വാങ്ങി എടുക്കണമല്ലോ, അതിനായിരിക്കും ഇങ്ങോട്ട് പോകുന്നത്. അയ്യോ, അങ്ങനെയൊന്നുമല്ല. നീയൊന്നും ഈ ജന്മം നന്നാൻ പോകുന്നില്ല. അത്രയ്ക്ക് തരം താണ മനോഗതിയായിട്ടാണ് നീ ജീവിക്കുന്നത്. പണമെന്ന് കേട്ടാൽ എല്ലാ ബന്ധവും മറന്ന് ഏത് വഴിയും സ്വീകരിക്കുന്ന നിന്റെ ആ പഴയ രീതി ഇപ്പോഴും മാറിയിട്ടില്ല അല്ലേ? നിനക്കിപ്പോ എന്താ വേണ്ടത്? 10 ലക്ഷം രൂപ വേണം, അത്രയല്ലേ ഉള്ളൂ. ചെക്ക് എഴുതി തന്നേക്കാം. നിക്ക്. ദാ കിടക്കുന്നു. നീ ആവശ്യപ്പെട്ട 10 ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോ. ഇതെനിക്ക് വേണ്ട ഗൗതം. 10 ലക്ഷം തന്നെയല്ലേ നീ ആവശ്യപ്പെട്ടത്? എന്താ ഇപ്പൊ അത് പോരാൻ തോന്നുന്നുണ്ടോ? വിലപേശലാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അതിനെനിക്ക് താല്പര്യമില്ല. ഞാനെന്നല്ല, ഈശ്വരമംഗലത്തെ ഒരാളും അതിന് നിന്ന് തരില്ല. ബ്ലാങ്ക് ചെക്കാണ്. എത്രയാ വേണ്ടെന്ന് വെച്ചാൽ നീ എഴുതിയെടുത്തു. നിധി, ഇപ്പം കൈക്ക് വേദന എങ്ങനെയുണ്ട്? ഇപ്പോഴും വേദനയുണ്ട് കൈക്ക്? സൂക്ഷിക്കണ്ടേ നിധി? സാരമില്ല, ചെറിയ മുറിവാണെന്ന് തോന്നുന്നു. വേഗം ഉണങ്ങും. ഞാൻ പ്രാർത്ഥിക്കാം. എന്തായാലും ഇത്രേ പറ്റുള്ളൂ എന്ന് സമാധാനിക്കാം. നിന്റെ കൈക്ക് പകരം ഗൗതമിന്റെ നെറ്റി വല്ലതും ചെന്ന് ഇടിച്ചായിരുന്നെങ്കിലോ? ദൈവം നിങ്ങൾക്ക് അങ്ങനൊരു ആപത്തും വരുത്തി വെക്കില്ല. കാരണം അത്രയ്ക്ക് പരസ്പരം സ്നേഹിക്കുന്നൊരു നീതി നിങ്ങള്. ആ ഒരു അനുഗ്രഹം എന്റെ സഹോദരിക്കും ഭർത്താവിനും ദൈവം തരാതിരിക്കോ? അല്ല, ഇതെന്താ എന്നിങ്ങനെ നോക്കുന്ന രണ്ടുപേരും? ഓ, ശിവാന് തന്നെയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു എന്നുള്ള സംശയമായിരിക്കും അല്ലേ? സംശയിക്കണ്ട. നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ എന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനും കുറ്റം പറയുന്നില്ല നിങ്ങളെ ഞാൻ. അങ്ങനെ ഒരു ജീവിതമായിരുന്നല്ലോ എൻ്റേത്. സ്നേഹം എന്തായിരുന്നെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ബന്ധങ്ങളുടെ വില അറിയാനും ശ്രമിച്ചില്ല. നന്മയും കരുണയും ദയയും എന്താണെന്ന് പോലും അറിയാൻ തോന്നിയിട്ടുമില്ല. പക്ഷേ ഇന്ന് നിങ്ങൾക്കിടയിലെ സ്നേഹം കണ്ടപ്പോ, ആ കരുതൽ കണ്ടപ്പോ എന്റെ മനസ്സ് വല്ലാതെ ഒലിഞ്ഞു പോയി. സത്യമായിട്ടും നിങ്ങളുടെ സ്നേഹം കണ്ടപ്പോ തോന്നിയ ഒരു കാര്യം, അത് ഒരു മടിയില്ലാതെ ഞാൻ തുറന്നു പറയാം. ഭാര്യയ്ക്കും ഭർത്താവിനും ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞു കൊതി തോന്നി എനിക്ക്. എനിക്കറിയാം, പ്രണവ് എന്നെ ഒരുപാട് സ്നേഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. തെറ്റെന്റെ ഭാഗത്താ. ആ സ്നേഹം തിരിച്ചറിയാനുള്ള ബുദ്ധിയും വിവേകവും എനിക്കില്ലാതെ പോയി. ദൈവം എന്നെ കൊണ്ട് എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യിച്ചത്? ഒരു നല്ല ജീവിതം ഞാനായിട്ട് തല്ലിയൊടിച്ച് കളഞ്ഞില്ലേ? സത്യത്തിലിപ്പോ എനിക്ക് എന്നെ കുറിച്ച് തന്നെ പുച്ഛം തോന്നുന്ന നീതി. ഏയ്, എന്താ ഇത്? കരയാതിരിക്കും. കരയല്ലേ? ഞാൻ അത്രത്തോളം മോശപ്പെട്ടൊരു പെണ്ണ്. അല്ലെങ്കിൽ ഒരു അച്ഛനാവും പോകുന്നെന്ന് കള്ളം പറഞ്ഞ് താലി കെട്ടിയ ഭർത്താവിനെ തന്നെ ചതിക്കൂ. ഇന്ന് റിസോർട്ടിൽ വന്ന സമയം തൊട്ട് ഈ നിമിഷം വരെയുള്ള ചുരുങ്ങിയ ഒരു ഇടവേളയിൽ ഞാൻ കണ്ട നിങ്ങളുടെ ഒരു ജീവിതമുണ്ട്.
അതെന്നെ പഠിപ്പിച്ചൊരു പാഠമുണ്ട്. ആരോടും ക്ഷമിക്കണമെന്ന് പറയാനുള്ള യോഗ്യത പോലും എനിക്കില്ലെന്ന് എന്നെ ബോധ്യപ്പെടുത്തി തന്നത് നിങ്ങൾ. എന്നെ പോലീസിൽ പിടിച്ചേൽപ്പിക്കാവുന്ന, ജയിലിൽ കിടത്താവുന്ന ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടും അവിടെ നിന്നൊക്കെ എന്നെ രക്ഷപ്പെടുത്തി വിട്ടത് നിങ്ങൾ രണ്ടുപേരും. അതിനെക്കുറിച്ച്, ആ നന്മയെക്കുറിച്ച് ആലോചിക്കാനുള്ള മനസ്സ് പോലും അന്ന് ഞാൻ കാണിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും കൈകൂപ്പി ഞാൻ മാപ്പ് ചോദിക്കും. എന്നോട് ക്ഷമിക്കൂ നിങ്ങൾ. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല ശിവാനി. എന്നോട് ക്ഷമിക്കണമെന്നോ തിരിച്ചെന്നെ ഈശ്വരമംഗലത്തേക്ക് കൊണ്ടുപോകണമെന്നോ ഞാൻ ഇനി ഒരിക്കലും ആരോടും ആവശ്യപ്പെടില്ല, യാചിക്കില്ല. കാരണം അതിനുള്ള അർഹത എനിക്കില്ല. ഒരുപാട് വൈകിപ്പോയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കൈ കിട്ടിയൊരു സ്വർഗമാണ് അഹങ്കാരം കാരണം ഞാൻ കൈവിട്ട് കളഞ്ഞത്. വീണ്ടും അത് തിരിച്ചു കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കാൻ പാടില്ല. നീ സമാധാനപ്പെട് ശിവാനി. തിരുത്താൻ തയ്യാറായാൽ ഏത് ദൈവം ക്ഷമിക്കും, അനുഗ്രഹിക്കും. നിന്റെ ജീവിതത്തിൽ ഇനിയും നല്ല കാര്യങ്ങൾ സംഭവിക്കും. ഇനി ആ പ്രതീക്ഷ എനിക്കില്ല നിധി. പ്രണവ് ഇനി എന്നെ ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഈശ്വരമംഗലത്തെ എല്ലാവരോടും മനസ്സുകൊണ്ട് ഞാനിപ്പോ ക്ഷമ ചോദിക്കും. മാപ്പെരുക്ക്. ഒരു ഉറപ്പ് ഞാനിപ്പോ പറയാം, ഇനി ഒരിക്കലും ഞാൻ ആ പഴയ ശിവാനി ആവില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ഈ ഭൂമിയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ ഞാൻ ജീവിച്ചോളാം. എന്താ? ഒന്നുമില്ല. ആ, സൂക്ഷിച്ചു നടക്ക്. എന്തുപറ്റിയിടാ നിധിക്ക്? അയ്യോ, ഇതെന്താ കൈ എങ്ങനെ മുറിഞ്ഞത്? എന്തുപറ്റി? എന്താടാ, എന്തുണ്ടായത്? നിങ്ങൾ എവിടെ പോയതാ? അമ്മ ഒന്ന് ടെൻഷൻ ആവാതിരിക്കുക, ചെറിയൊരു മുറിവ് പറ്റിയതാ. മുറിവോ? എന്താടി മോളെ, കാര്യം പറ. അയ്യോ അമ്മ ഇങ്ങനെ ടെൻഷൻ ആവാതെ, ഒരു കുഞ്ഞു മുറിവായത്. കെട്ടിപ്പൊട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് വലുതായിട്ട് തോന്നുന്നത്.